തണ്ണീർക്കൊമ്പൻ്റെ വാർത്തയിലേക്ക് മടങ്ങുന്നു. തണ്ണീർക്കൊമ്പനെ പിടികൂടി അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നിലയുറപ്പിച്ച ഇടത്തേക്ക് തന്നെ ആന തിരികെ എത്തിയിട്ടുണ്ട്. സജോ ദേവസ്യയും സുർജിത് അയ്യപ്പൻ വിവരങ്ങളുമായി ചേരുന്നു. സജോയിലേക്ക്. സജോ, ഈ കുങ്കിയാനകളെ അവിടേക്ക്, ഈ ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? ഉന്മേഷ, വിക്രം സൂര്യ 2 കുങ്കിയാനകളെയാണ് ഈ മാനന്തവാടിയിലേക്ക് എത്തിച്ചത്. അതിൽ ഒരു കുങ്കിയാനയെ നിലവിൽ ഈ ആനയുള്ള ലൊക്കേഷനിലേക്ക് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തുകൂടി തൊട്ടടുത്ത് തന്നെയാണ്, അതായത് ഇതിൻ്റെ നേരെ ഇപ്പോൾ ഈ കുങ്കിയാന നിൽക്കുന്നതിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ്, അവിടെ തന്നെയാണ് പഴയ സ്ഥലത്ത്, നേരത്തെ നിലയുറപ്പിച്ച സ്ഥലത്ത് തന്നെയാണ് തണ്ണീർക്കൊമ്പൻ ഉള്ളത്. ആ സ്ഥലത്തേക്ക് ഒരു കുങ്കിയാനെ ഇതിനകം തന്നെ അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടാമത്തെ ആളെ കൂടി നിർദ്ദേശം അനുസരിച്ച് കൊണ്ടുപോകും എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ ശ്രമകരമായ ദൗത്യമാണ്, കാരണം ഇത്രയധികം മണിക്കൂർ സമയം പിന്നിട്ടു. ഒപ്പം ഇത് നഗരമേഖലയ്ക്ക് അകത്ത് തന്നെയാണ്. നമുക്ക് കാണാം, നമുക്ക് ഇവിടുത്തെ ഒരു ടെറൈൻ നോക്കുമ്പോൾ നഗരമാണെന്ന് തിരിയാത്തതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് നഗരമേഖല തന്നെയാണ്. ഒപ്പം ഇത്രയധികം സമയം പിന്നിടുന്നു എന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇതിനിടയിൽ ആശ്വാസകരമായ കാര്യം, ഏതെങ്കിലും തരത്തിൽ ഈ ശാന്തപ്രകൃതി ഈ തണ്ണീർക്കൊമ്പൻ കൈവിട്ടിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് മാത്രമാണ് ഒരു ആശ്വാസകരമായ കാര്യം. ഒപ്പം വളരെ ശ്രമകരമായ ഒരു ദൗത്യം എന്ന നിലയ്ക്ക് കൂടി കാണണം. വെറ്റിനറി അസിസ്റ്റൻസ് വേണം, അതായത് RRT സംഘത്തിൻ്റെയും ഈ എലിഫൻറ്റ് സ്ക്വാഡിൻ്റെയും ശ്രമം മാത്രം പോരാ. വെറ്റിനറി അസിസ്റ്റൻസ് കാര്യമായി തന്നെ വേണം. ഇത്രയധികം സമയം അത് പിന്നിട്ടിട്ടുണ്ട്. നേരത്തെ പുഴയുടെ ഭാഗത്തേക്കാണ് തണ്ണീർക്കൊമ്പൻ നീങ്ങിയത്. അവിടെ നിന്ന് കുറച്ച് വാഴയും തെങ്ങിൻ്റെ കൂമ്പും ഒക്കെ കഴിച്ചു. അതിനുശേഷം ഒരുപക്ഷെ വെള്ളം അന്വേഷിച്ചോ മറ്റോ ആയിരിക്കണം ആ ഭാഗത്തേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മറ്റ് അപകടങ്ങളോ മറ്റോ ഒന്നും വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഇതുവരെ തണ്ണീർക്കൊമ്പൻ മാറിയിട്ടില്ല. അതാണ് ഒരു ആശ്വാസം പകരുന്ന ഒരു കാര്യം. അതേസമയം ഉത്തരവൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയാണ് അടുത്ത ആക്ഷൻ എന്നത് കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. വൈകാതെ തന്നെ അത്തരം ഒരു ഓപ്പറേഷനിലേക്ക് കടക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ഭാഗത്ത് തന്നെ, അതായത് നിലവിൽ ഓപ്പറേഷന് സാധ്യമായ നഗരത്തിലെ ഒരേ ഒരു സ്ഥലം എന്നത് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ച ആ പ്രദേശം തന്നെയാണ്. പക്ഷേ അതിനോട് ചേർന്നെല്ലാം, ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തും അടക്കം എല്ലാം ജനവാസ മേഖലയാണ്. ആളുകളുടെ വലിയ തോതിലുള്ള സാന്നിധ്യമുള്ള മേഖലയാണ് എല്ലായിടത്തും. ഏതായാലും ഈ ഓപ്പറേഷൻ സംബന്ധിച്ച് തീരുമാനം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ മുത്തങ്ങയിൽ നിന്ന് ഈ 2 കുങ്കിയാനകളെ എത്തിക്കാൻ കഴിഞ്ഞു. ഒരു കൊമ്പനെ ഇതിനകം തന്നെ, കുങ്കിയാനയെ ഈ പ്രദേശത്തേക്ക്, ഈ ലൊക്കേഷനിലേക്ക് ഇതിനകം തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് എത്തിക്കും. അതനുസരിച്ച് CCFൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. അത് പക്ഷേ എങ്ങനെ വേണം, എപ്പോൾ വേണം, ഒരു സമയവും, ഒപ്പം ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, അതായത് ഏറ്റവും ചൂടുള്ള ഒരു സമയം കൂടിയാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു ആരോഗ്യസ്ഥിതിയും ഒക്കെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ആ ആരോഗ്യസ്ഥിതി അടക്കം വിലയിരുത്തി അതിന് ശേഷമായിരിക്കും ഉത്തരവ് ലഭ്യമായതോടുകൂടി നടപടികളിലേക്ക് കടക്കാം. പക്ഷെ അത് എങ്ങനെ, എവിടെ, എപ്പോൾ ഓപ്പറേഷനിലേക്ക് പോകണം എന്നതൊക്കെ സംബന്ധിച്ച് വെറ്റിനറി ടീം തന്നെയായിരിക്കും ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം ആയിരിക്കും നടപ്പാക്കുക എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും, അതായത് മാനന്തവാടി നഗരമേഖല പൂർണ്ണമായും ഗതാഗതം അല്പം നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങൾക്ക്, അത്യാവശ്യക്കാർക്ക് പോകാം. പക്ഷേ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ആളുകളോടൊന്നും കൂട്ടം കൂടി നിൽക്കരുത് നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് സുരക്ഷാ മുൻകരുതലുകൾ ഏറ്റവും കാര്യമായി തന്നെ, കാരണം വലിയ തോതിൽ ജനവാസ മേഖലയൊക്കെ ആയതുകൊണ്ടും, ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഈ കുങ്കിയാനകളുടെ സാന്നിധ്യം അവിടെ കൃത്യമായി ഉറപ്പിക്കണം. ഒപ്പം ഒരു സുരക്ഷിത സ്ഥലം തന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കണം. ആന പക്ഷേ ഇങ്ങോട്ട് തന്നെ തിരികെ വന്നതുകൊണ്ട് അക്കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നിപ്പോൾ പ്രതീക്ഷിക്കുന്നു.